അതായത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പൊ 82 വയസ്സായി. ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് അലട്ടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ കാര്യങ്ങൾ, അമ്മയുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ നന്നായിട്ട് ഓർമ്മയുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴായിട്ടും ഇന്ന് രാവിലെ എന്താണ് അമ്മ കഴിച്ചത്, ഇപ്പൊ രാവിലെ ആരാണ് വീട്ടിൽ വന്നത്, അതുപോലെ തന്നെ ഇന്നലെ നടന്ന കാര്യങ്ങൾ, അതായത് റീസെന്റ് മെമ്മറി, ഈ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുന്നുണ്ട്. അതുമല്ല, നിങ്ങളിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയ്ക്ക് രാത്രി ഉറക്കമില്ല. രാത്രി പലപ്പോഴും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു. സംശയമാണ് ആരൊക്കെയോ വീടിന്റെ മുകളിൽ വന്നിട്ടുണ്ട്, ആരൊക്കെയോ അമ്മയുടെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അമ്മ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡിമെൻഷ്യ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങളിലൂടെ ആണ്. അപ്പൊ ഈ ഒരു അസുഖത്തില് ഓർമ്മക്കുറവ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ സിംറ്റംസ് ഓഫ് ഡിമെൻഷ്യ. അപ്പൊ അതായത് ഹാലുസിനേഷൻസ്, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി, കാണാത്ത സാധനങ്ങൾ കാണുക, കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഉറക്കക്കുറവ്, പിന്നെ അതുപോലെ തന്നെ സംശയങ്ങൾ, ഡെലൂഷൻസ് എന്നാ പറയാ. ആൾക്കാർ എന്നെ വന്ന് ഉപദ്രവിക്കുന്നു, എന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നു, ഇതാണ് അവരെ അലട്ട്, ഇതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡിമെൻഷ്യ കുറയ്ക്കാനായിട്ട് മരുന്നുകളൊന്നുമില്ല. ഓർമ്മക്കുറവിനെ തടുക്കാനായിട്ട് നമുക്ക് മരുന്നുകൾ വളരെ കുറവാണ്. പക്ഷെ ഈ ബിഹേവിയറൽ സിംറ്റംസ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മരുന്നുകൾ നമുക്ക് ചെറുതായിട്ട് നമുക്ക് രാത്രി മരുന്നുകൾ കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് കൊടുത്തിട്ട് നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയുടെ ഉറക്കവും ഈ ഒരു കാര്യങ്ങളും പടിപടിയായിട്ട്